മുതലപ്പുഴയുടെ മുക്കാൽ ഭാഗം മുറിക്കാൻ തീരുമാനം. ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിയെന്ന ഉറപ്പ് സമരസമിതിക്ക് ലഭിച്ചതിനു ശേഷം ബാക്കി പുഴി മുറിക്കും. 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലുമാണ് മുറിക്കുന്നത്. പുഴി മുറിക്കുന്നതിനോടൊപ്പം തന്നെ കൂട്ടിയിട്ട മണലും നീക്കം ചെയ്യും. നിലവിൽ മുതലപ്പുഴയുടെ 40% നിലനിർത്തിക്കൊണ്ട് 60% മണൽ മൂടിയ ഭാഗം മണൽ നീക്കി പൊഴി മുറിക്കാനാണ് തീരുമാനം. വടക്കേ പുലിമുട്ട് ഭാഗത്തായി 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ നീളത്തിലുമാണ് പൊഴി മുറിക്കുന്നത്. കൂടാതെ കണ്ണൂരിൽ നിന്നും എത്തിക്കുന്ന ചന്ദ്രഗിരി ഡ്രഡ്ജർ അഴിമുഖത്തിനുള്ളിലേക്ക് കയറ്റണമെങ്കിൽ പൊഴി മുറിച്ചു മാറ്റണം. ഡ്രഡ്ജർ നാളെ അഴിമുഖത്തെത്തും. ഇന്ന് അർദ്ധരാത്രിയോടെ പൊഴി മുറിക്കും. നിലവിൽ 130 മീറ്ററോളം മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. കടലുമായി ബന്ധിപ്പിക്കുന്ന 40 മീറ്റർ ഒഴിവാക്കി ബാക്കി ഭാഗത്തെ മണൽ നീക്കം ഇന്ന് തന്നെ ആരംഭിക്കും. ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ അഴിമുഖത്ത് നിന്ന് മണൽ നീക്കുന്നത് കൂടുതൽ കാര്യക്ഷമമാക്കാം. കൂടാതെ അഴിമുഖത്തെ തെക്കേ പുലിമുട്ടിന് സമീപം ഡ്രഡ്ജ് ചെയ്ത് നിക്ഷേപിച്ച മണൽക്കൂരയും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3 മീറ്റർ ഉയരത്തിൽ മണൽ അടിഞ്ഞുകൂടി. ഈ മണൽ നീക്കവും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുതലപ്പുഴ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. അതേസമയം പൊഴിമുറിക്കാനായി MLA വി ശശി എത്തുമെന്ന് അറിയിച്ചതോടെ പ്രതിഷേധിച്ച സമരസമിതി പൊഴിമുറിക്കൽ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.